Glory be to God. കർത്താവിൻ്റെ മഹത്വം. We love you, Jesus. We love you, Jesus. We love you, Jesus. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടും നിടപെടണേ. എന്നെ ഈ ഫേസ്ബുക്ക് പേജിലെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പിന്നെയുള്ള സമയങ്ങളിൽ കാണാൻ പോകുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഈ ലൈവിൽ വരാനായിട്ടുള്ള കാരണം ദൈവ സാന്നിധ്യം എന്നുള്ള ഒരു വിഷയം എന്ന് പറയുന്നതിനേക്കാൾ ദൈവ സാന്നിധ്യം എന്ന ഡിവൈൻ പേഴ്സണാലിറ്റി, ഹോളി സ്പിരിറ്റ്, ത്രിത്വത്തിലെ പരിശുദ്ധാത്മാവാം ദൈവം, അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് ചില സെഷനുകളായിട്ട് നിങ്ങളുമായി ഒരുമിച്ച് സംസാരിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. ഇന്നതിനൊരു തുടക്കമിടാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും കർത്താവ് അനുവദിച്ചാൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ഈ കാര്യം നമ്മൾ തുടർന്ന് ചിന്തിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യും. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ സാന്നിധ്യത്തിൻ്റെ അളവുകളിലേക്ക്, സാന്നിധ്യത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന അനവധി നന്മകളുടെ വാതായനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലൂടെ തുറക്കുമെന്ന് എൻ്റെ ആത്മാവിൽ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിയുമെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും ശുശ്രൂഷകൾക്കും എല്ലാറ്റിനും ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റണമെന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ഇതിൽ അറ്റൻഡ് ചെയ്യണം, കേട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ, ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഇതിൻ്റെ ഈ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അനുഗ്രഹമാകട്ടെ. ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. കാരണം കർത്താവ് ഈ തലമുറയിൽ നിങ്ങളെയും എന്നെ ഓരോരുത്തരെയും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ വലിയ അളവുകൾ നൽകി ക്രിസ്തീയ ജീവിതം ഒരു മതമല്ല എന്ന് തെളിയിക്കാൻ, ഇത് വെറും ചില റിച്വൽസ് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇത് ഓരോ ദിവസവും യേശുവിനെ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണെന്നും
ഇതിൽ ഓരോ സീസണുകളിലും ദൈവത്തിൻ്റെ ശബ്ദം, ഓരോ ദിനങ്ങളിലും ദൈവശബ്ദവും ഹോളി സ്പിരിറ്റിൽ നിന്നുള്ള അപ്ഡേഷനുകളും നിങ്ങൾക്കുണ്ടാകുമെന്നും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള അതിലൂടെ വെളിപ്പെടുന്ന സകല നന്മകളും പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിനായിട്ട് ഒരു വാക്യം വായിക്കുകയാണ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഐസയ ചാപ്റ്റർ 64 വേഴ്സ് 1, 2, 3. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിലും വായിക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: Oh, that you would rend the heavens and come down, that the mountains might quake at your presence, as when fire kindles brushwood and the fire causes water to boil, to make your name known to your adversaries, and that the nations might tremble at your presence. When you did awesome things that we did not look for, you came down, the mountains quaked at your presence. ഇത് യെശയ്യാപ്രവചനം 64 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് മലയാളത്തിലൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും, നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും അതാതിടങ്ങളിൽ കഴിയുമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ശുശ്രൂഷകൾ ദൈവ സാന്നിധ്യം എന്നുള്ള ഈ കാര്യം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ പുതിയ ഒരു ചാപ്റ്റർ സ്വർഗം തുറക്കണമേ, പുതിയൊരു അധ്യായം തുറക്കണമേ. പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള ഒരാഴമേറിയ നവ്യമായ ഒരു യാത്ര ഈ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ, ഈ ശബ്ദം ഈ ഗാഡ്ജറ്റ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളിലും ഭവനങ്ങളിലും അവരുടെ അന്തരീക്ഷങ്ങളിലും പ്രകടമായ അടയാളങ്ങളോടെ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനത് ആവർത്തിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പിതാവിനോട് ചോദിക്കുന്നു, പ്രകടമായ അടയാളങ്ങളോടുകൂടെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഈ തലമുറയ്ക്ക് ടേസ്റ്റ് ചെയ്യുവാൻ, ഈ തലമുറ നിൽക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്ന അളവുകൾ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളുടെ മുമ്പിൽ തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കരങ്ങളെ പിടിച്ചു നടത്തണമേ. ഞങ്ങൾ വെറും സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഞങ്ങൾ നിന്നിൽ തികവുള്ളവരാണ്. ഞങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളാണ്. നീ അവിടുന്ന് ഞങ്ങളുടെ കരങ്ങളെ പിടിച്ചു നടത്തണമേ. സ്വർഗത്തിലെ സകല ആത്മീക നന്മകളും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. ഞങ്ങളെ നടത്തേണ്ടുന്നതുപോലെ, ഗൈഡ് ചെയ്യേണ്ടുന്നതുപോലെ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഗൈഡ് ചെയ്യണമേ. തിരുമഹത്വത്താൽ നിറയ്ക്കണമേ. എല്ലാവരെയും ബ്ലെസ് ചെയ്യണമേ. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിറക്കിൾസ് സംഭവിച്ചു തുടങ്ങട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ, ശരീരങ്ങളുടെ മേൽ സൗഖ്യങ്ങളും ദൈവപ്രവൃത്തികളും സംഭവിച്ചു തുടങ്ങട്ടെ. മനസ്സുകളുടെ മേൽ സ്വസ്ഥതകളും ആശ്വാസങ്ങളും, കുടുംബങ്ങളുടെ മേൽ ശാന്തതയും ശാലോവും, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള സമാധാനവും, ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തുള്ള ദൈവിക പ്രവർത്തികളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ ഇതിന് മുമ്പിലായിരിക്കുന്നവരെ സ്വർഗം വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. പ്രവാചകനാകുന്ന യെശയ്യാവ്, ഭക്തനാകുന്ന യെശയ്യാവ് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഇപ്പോൾ എന്നെ ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്
ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതിനെ തരണമേ, ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കും, അല്ലേ? നിങ്ങളിൽ എത്ര പേർ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? നമ്മിൽ എത്ര പേർ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉയർന്ന അളവുകൾ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? പലരും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ഏതെങ്കിലും ചില അഭിഷിക്ത ശുശ്രൂഷകളുടെ നടുവിലോ ചില പ്രത്യേക മീറ്റിങ്ങുകളുടെ നടുവിലൊക്കെയാണ്. ആ ചില സമയങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് തൃപ്തി പ്രാപിച്ച് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഇത് എപ്പോഴും എൻ്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ സാന്നിധ്യം, അല്ലേ? ഞാനൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ അഭിഷിക്തന്മാരുടെയോ അഭിഷിക്ത ശുശ്രൂഷകളുടെയോ നടുവിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പീക്ക് ലെവലിലുള്ള ലൈഫിൽ ഇന്ന് വരെ അനുഭവിച്ചതിൽ ഏറ്റവും ഉയർന്ന ദൈവസാന്നിധ്യം ഉണ്ടല്ലോ, അതിനേക്കാൾ ഏറെ ഉയർന്ന അളവിൽ സ്ഥിരമായി നിങ്ങളോട് കൂടെ ആ സാന്നിധ്യം നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. That's why He has designed you as His temple, His dwelling place. അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം, അല്പം കൂടി കയറി പറഞ്ഞാൽ അവിടുത്തെ മഹത്വത്തെ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മാനപാത്രങ്ങളാക്കി കർത്താവ് നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഭക്തൻ്റെ പ്രാർത്ഥന പഴയ നിയമത്തിലാണ്. ഈ തിരുസാന്നിധ്യമൊക്കെ വല്ലപ്പോഴും വന്നും പോയൊക്കെ നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് ഈ ഭക്തനാകുന്ന യെശയ്യാവ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ വാക്കുകൾ തീവ്രമാണ്, ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ആഴമാണ്, അത് ഭയങ്കര ഡെപ്തുള്ളതാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കണം നിന്റെ സാന്നിധ്യം വരുമ്പോൾ. നിന്റെ സാന്നിധ്യം വരുമ്പോൾ നിന്റെ നാമം നിന്റെ വൈരികൾക്ക് മുമ്പിൽ വെളിപ്പെടണം. നിന്റെ സാന്നിധ്യം വരുമ്പോൾ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം ആകാശത്തെ കീറിക്കൊണ്ട് നീ ഇറങ്ങി വരണം. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നിന്റെ സാന്നിധ്യം വന്നപ്പോഴൊക്കെ നീ പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളിലൂടെ നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ അളവുകൾ നമ്മുടെ ലൈഫിൽ വർദ്ധിക്കും തോറും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ, ഇമാജിൻ ചെയ്തിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ തിരുസാന്നിധ്യത്തിലൂടെ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മായി ബന്ധപ്പെട്ട സകലത്തിന് മേൽ ചെയ്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ വെളിപ്പെട്ടു വന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാമോ, ഭൂമിയിൽ ദൈവം എന്ത് ചെയ്താലും അത് ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ചെയ്യുന്നത്. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും, പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന രീതി പ്രാർത്ഥനകളുടെ മറുപടിയായിട്ടാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഒരിക്കലും മറുപടിയില്ലാതെ പോകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവസാന്നിധ്യത്തിൽ നീ കഴിക്കുന്ന, ദൈവമുഖത്തോക്കി നോക്കി നീ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി വെളിപ്പെടും. ഒരൊറ്റ പ്രാർത്ഥനകൾ പോലും നിഷ്ഫലമായി പോകുന്നില്ല. അതുകൊണ്ട് ശിഷ്യന്മാരെ കർത്താവ് 1000 കാര്യങ്ങൾ പഠിപ്പിച്ചില്ല, ഒറ്റ കാര്യമാണ് പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള സാധാരണ പ്രാർത്ഥനകൾക്കപ്പുറത്ത് ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള അസാധാരണ പ്രാർത്ഥനകൾ നിങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തുടങ്ങട്ടെ. ഇവിടെ യെശയ്യാവ് അസാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ്. സാധാരണ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ വരുന്ന വാക്കുകൾ സാധാരണ വാക്കുകളാണ്, പതിവ് വാക്കുകളാണ്. പല ദിവസങ്ങളിലും ഒരേ കാര്യം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, കാരണം അത് നമുക്ക് പതിവായി മാറി. പക്ഷേ നീ ഹൃദയം തകരുന്ന ഏതോ ചില പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സാധാരണ പ്രാർത്ഥനകളല്ല, അസാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്. സത്യമല്ലേ? കണ്ണുകൾ നിറഞ്ഞൊഴുകും,
ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ ചിലപ്പോൾ പറയും. തീവ്രമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിന് ബൈബിളിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ 42 പറയുന്നുണ്ട്, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. ഉപരിതലത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളുണ്ട്, ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ഉപരിതലത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, സർഫസ് ലെവൽ പ്രയറുകൾ, ദൈവത്തിൻ്റെ സർഫസ് ലെവലുകളെ തൊട്ട് സർഫസ് ലെവലുകളിൽ നിന്നുള്ള മറുപടികൾ കൊണ്ടുതരുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ തൊട്ടുള്ള പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന വിലയേറിയ നന്മകളെ നിന്റെ മുമ്പിലേക്ക് തുറന്നു കൊണ്ടുവരുവാനിടയാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ പെനീനയുടെ മക്കളുടെ പേര് പോലും നമുക്കറിയത്തില്ല. പെനീനയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം സാധാരണ പ്രാർത്ഥനകൾ. കർത്താവേ, വിവാഹം കഴിഞ്ഞ് ഏതൊരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന പോലെ തലമുറകളെ തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പെനീനയുടെ മക്കളെക്കുറിച്ച് തലമുറകൾ കിട്ടി, നമുക്കാർക്കും അറിയത്തുപോലുമില്ല. ദൈവം ഒരു അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഹന്നയുടെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, അത് ആഴിയെ വിളിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കാണുന്നവർക്ക് അവൾ വീഞ്ഞു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നും. അതുപോലെയുള്ള പ്രാർത്ഥനകളാണ്. ഇതുപോലെ ചരിത്രത്തിലും തിരുവചനത്തിലൊക്കെ ചിലർ ദൈവത്തിൻ്റെ ആഴങ്ങളെ തൊടുന്ന ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏലിയാവ് ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നത് ഇന്നും ആ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ എഫേസ്യ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും. ആഴങ്ങളെ തൊടുന്ന ചില പ്രാർത്ഥനകൾ, തലമുറകളെ തൊടുന്ന ചില പ്രാർത്ഥനകൾ. കർത്താവ് എന്നോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, പ്രാർത്ഥനാ വീരന്മാരാക്കി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ദ ലോർഡ് ഈസ് റൈസിങ് യു. സാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് അസാധാരണ പ്രാർത്ഥനകൾ ഉയരുന്ന സമയങ്ങൾ, അസാധാരണ പ്രാർത്ഥനകളുടെ ശബ്ദങ്ങൾ വെളിപ്പെട്ടു വരുന്നത് എനിക്ക് എൻ്റെ ആത്മാവിൽ കേൾക്കാം. അസാധാരണ പ്രാർത്ഥനകൾ, ദൈവത്തിൻ്റെ ആഴങ്ങളെ തൊടുന്ന ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് അസാധാരണ പ്രാർത്ഥനകൾക്കായി ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് പ്രാർത്ഥനയുടെ ഒരു അനോയിന്റിങ് പകർന്നുകൊണ്ടിരിക്കുന്നു. പതിവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു വെച്ചിട്ടുള്ള പല പ്രാർത്ഥനകൾക്കപ്പുറം കടന്നു പോകുന്ന പ്രാർത്ഥനാനുഭവങ്ങളിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കരങ്ങൾ തന്ന് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. കർത്താവ് നിങ്ങളെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ദിവസങ്ങളിൽ അസാധാരണ വാക്കുകൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അസാധാരണ മറുപടികളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു ഷിഫ്റ്റ് ഈ സീസണിൽ വന്നിരിക്കുന്നത്. അനേകരിൽ വലിയ പ്രാർത്ഥനാ ലൈഫിൽ, പ്രെയർ ലൈഫിൽ വലിയ ഷിഫ്റ്റുകൾ വന്നിരിക്കുകയാണ്. സാധാരണ പ്രാർത്ഥനകൾ മാറിയിരിക്കുന്നു. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾക്ക് വാച്ച് നോക്കിക്കൊണ്ട് തീർന്നോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ സമയമൊക്കെ തീർന്നിരിക്കുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നത് പോലെ, വെള്ളം കുടിക്കാൻ മറന്നുപോകുന്നത് പോലെ ഒക്കെയുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ റൂമിൽ നിന്ന് വെളിപ്പെടുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്നു. ഈ ഭക്തൻ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് 400 വർഷം മറുപടിയില്ലായിരുന്നു. ഒരു മറുപടിയും കണ്ടില്ല. ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടാൽ, വീര്യമുള്ള ചില പ്രാർത്ഥനകൾ ചിലപ്പോൾ പെട്ടെന്ന് അന്നോ അതിൻ്റെ അടുത്ത ദിവസമോ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന വീര്യമുള്ള ഏത് പ്രാർത്ഥനകൾക്കും സ്വർഗത്തിൻ്റെ ഉത്തരം ഘനമേറിയതായി വെളിപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നിനക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ തലമുറകളിലായിരിക്കാം, ഒരുപക്ഷെ അടുത്ത തലമുറകളിലായിരിക്കാം. അതുകൊണ്ട് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെയും എന്നെ നിയോഗിക്കുന്നു. ഈ തലമുറയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ തലമുറകളിൽ ഏതൊക്കെയോ ഭക്തന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലാണ് നീ ഇന്ന് നിൽക്കുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ റെയ്നാഡ് ബോങ്കയുടെ സിഫാൻ മിനിസ്ട്രീസിൻ്റെ ഇപ്പോഴത്തെ ലീഡറായിരിക്കുന്ന ഡാനിയൽ കൊളണ്ട എന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തെ ദൈവം മില്യൺസ് ഓഫ് സോൾസ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊയ്തെടുക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരനായ യങ് ഇവാഞ്ചലിസ്റ്റ്, നിങ്ങളിൽ പലരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കണ്ടിട്ടുണ്ടാകും.
നമ്മുടെ നാട്ടിലും അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ചതാണ്, ഇവിടെ കൊച്ചിയിൽ വന്ന് ശുശ്രൂഷിച്ചതാണ്. ഓക്കെ, സോ ആ കർത്താവിൻ്റെ ദാസനോട് ചിലർ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്: താങ്കൾ ഒരു യങ് ഇവാഞ്ചലിസ്റ്റ് ആണല്ലോ, എപ്പോഴും സ്റ്റേജിൽ ലക്ഷക്കണക്കിന് ജനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ ഒത്തിരി ഫേമസ് ആണ്. അപ്പോൾ ഈ ഫെയിമും ഒക്കെ ഒത്തിരി വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ ഹമ്പിളായിട്ട് നിൽക്കാൻ പറ്റുന്നത്, താഴ്മയോടെ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒത്തിരി ഫെയിമും ലക്ഷങ്ങളുടെ മുമ്പിൽ സ്റ്റേജിൽ എപ്പോഴും നിൽക്കുമ്പോൾ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവമനുഷ്യൻ പറഞ്ഞൊരു മറുപടി എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് അതിൽ ദൈവകൃപയാൽ ഒരു പ്രയാസവുമില്ല. കാരണം ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ആഫ്രിക്കയിൽ ഒത്തിരി ഇടങ്ങളിൽ പേരെഴുതി വെച്ചിട്ടില്ലാത്ത ശവക്കല്ലറകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പേരില്ലാത്ത ആ ട്യൂമ്പുകൾക്കകത്ത്, ആ ട്യൂമ്പിൻ്റെ പുറത്തുള്ള കല്ലുണ്ടല്ലോ, അതിൽ പേരെഴുതി വെച്ചിട്ടില്ലാത്ത, നമ്മളൊക്കെ ഒരാളെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരും ഇത്ര നാളിൽ ജനിച്ചു, ഇത്ര നാളിൽ മരിച്ചു എന്നുള്ളതൊക്കെ എഴുതി വയ്ക്കുമല്ലോ. അങ്ങനെ പേരില്ലാത്ത ഒത്തിരി ശവക്കല്ലറകളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ആ പേരില്ലാത്ത ശവക്കല്ലറകളെക്കുറിച്ച് ആ നാട്ടുകാർ എന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇത് വെസ്റ്റേൺ വേൾഡിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നൊക്കെ വന്ന മിഷണറിമാർ ആഫ്രിക്കയിൽ ചില ദിവസം അവർക്ക് ആഫ്രിക്കയിലേക്ക് എത്തി സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി എത്തി ചില ദിവസങ്ങളോ ഏതാനും ചില ആഴ്ചകളോ കഴിഞ്ഞപ്പോഴേക്കും അവർ അവിടുത്തെ അസുഖങ്ങളാൽ ബാധിക്കപ്പെട്ട് മരിച്ചുപോയി. അതുകൊണ്ട് നാട്ടുകാർക്ക് പുതിയതായി വന്ന ഈ മിഷണറിമാരുടെ പേര് പോലും അറിയത്തില്ല, അവിടെ പേരറിയത്തില്ല. അതുകൊണ്ട് അവരവിടെ അടക്കി, അതുകൊണ്ട് പേരൊന്നും എഴുതി വയ്ക്കാൻ പറ്റിയില്ല. വന്നിട്ട് ചില ദിവസങ്ങൾക്കകം, ചില ആഴ്ചകൾക്കകം മരിച്ചുപോയ പലരുണ്ട്. അങ്ങനെ പല കല്ലറകൾ ആഫ്രിക്കയിൽ അവിടുത്തെ സ്വദേശികൾ, നാട്ടുകാർ എന്നെ കാണിച്ചു തരാറുണ്ട്. ഡാനിയൽ കൊള്ളണ്ട ഇങ്ങനെ പറഞ്ഞു, അവർ ഒക്കെ വന്ന് ചില ദിവസങ്ങളോ ചില ആഴ്ചകളോ അവരുടെ പേര് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ അവർ പാകിയ അടിസ്ഥാനത്തിൻ്റെ മേലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വില കൊടുത്തിട്ടല്ല നിൽക്കുന്നത്. പക്ഷെ എനിക്ക് മുമ്പേ പ്രാർത്ഥിച്ചവരും വില മുടക്കിയവരും, അവർ പേര് പോലും ആരും അറിയത്തില്ലാതെ, പേര് പോലും എഴുതി വയ്ക്കാത്ത ശവക്കല്ലറുകൾ എനിക്കിവിടെ അനവധി കാണുവാൻ കഴിയുന്നു. അവരൊക്കെ കൊടുത്ത വിലയുടെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് നന്നായിട്ടുള്ളത് കൊണ്ട് എത്ര ഫേമസ് ആയാലും എനിക്കതിലൊന്നും അഹങ്കരിക്കാനില്ല. ഒരു സാധാരണ മനുഷ്യനായിട്ട് എനിക്കെന്നെ എപ്പോഴും കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് ആ ദൈവ മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏതോ തലമുറകൾക്ക് മുമ്പ് ഈ നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലോ ഭാരതത്തിലോ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ആ രാജ്യത്തിനൊക്കെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുള്ള ഏതോ ചില പ്രാർത്ഥനകളുടെ മറുപടിയാണ് നിങ്ങളും ഞാനും ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന നന്മകളും ശുശ്രൂഷകളും കൊയ്ത്തുകളും സകലതും. അപ്പോൾ പ്രവാചകനാകുന്ന യെശയ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഏറിയ കാലങ്ങൾ മറുപടി കിട്ടിയില്ല. പക്ഷേ അതിന് മറുപടി ഇല്ലെന്നല്ല അർത്ഥം. 400 വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തേണ്ടതിന്, എന്ന് പറഞ്ഞാൽ സാത്താന്യ മണ്ഡലങ്ങൾക്ക് നിന്റെ നാമത്തിൻ്റെ കരുത്തറിയിക്കേണ്ടതിന്, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം, തീയിൽ ചുള്ളികത്തും പോലെ, തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുമാറ് ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആ ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ 400 വർഷങ്ങൾക്ക് ശേഷം യോർദാൻ്റെ നദിക്കരയിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ കരക്കീഴിൽ സ്നാനപ്പെടുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, താഴ്മയോടെ ആമേൻ, ഗലീലയിൽ നിന്നും നടന്ന് യോർദാൻ്റെ കരയിൽ വന്ന് യോർദാൻ നദിയിലിറങ്ങി സ്നാനപ്പെട്ട് കയറിയപ്പോൾ ബൈബിൾ പറയുന്നു, ആകാശം തുറക്കപ്പെട്ടു, ആകാശം കീറി തുറന്നു. ഈ യെശയ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ച വാക്ക് ഏതാണോ അതേ വാക്കാണ് യേശുവിൻ്റെ സ്നാന സമയത്ത് ആകാശം കീറി പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന ദേഹരൂപേണ അവൻ്റെ മേൽ വന്ന് ഇറങ്ങി. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. അലറി വിളിച്ചൊരു പ്രവാചകൻ ദാഹത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യേശുവിൽ നാം കണ്ടത്. എങ്ങനെ തിരുസാന്നിധ്യം ഒരു മനുഷ്യൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. നിങ്ങൾ
തിരുസാന്നിധ്യത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു? തിരുസാന്നിധ്യത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, പെനീനയുടെ സാധാരണ പ്രാർത്ഥനകൾ, സാധാരണ കുഞ്ഞുങ്ങളെ അവൾക്ക് സമ്മാനിക്കുമ്പോൾ ഹന്നായുടെ അസാധാരണ പ്രാർത്ഥനകൾ ദേശങ്ങളെ ഇളക്കുന്ന, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, വായിൽ നിന്ന് വീഴുന്ന വാക്കുകളിൽ ഒന്നുപോലും നിഷ്ഫലമാകുവാൻ ഇടവരാതെ ദൈവം സൂക്ഷിക്കുന്ന, അവൻ്റെ വരവിങ്കൽ പട്ടണങ്ങൾ വിറയ്ക്കുന്ന, അവൻ്റെ ജീവകാലത്ത് ഫിലിസ്തർക്ക് ആ നാട്ടിലേക്ക് എത്തുവാൻ കഴിയാതെ വരുന്ന ശമൂവേൽ എന്ന പ്രവാചകനെ ദൈവത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഹന്നയുടെ ഉദരത്തിലേക്ക് എടുത്ത് നിക്ഷേപിക്കുന്നത് അസാധാരണ പ്രാർത്ഥനകളാണ്. ദൈവം ശമൂവേലിനെ പോലെയുള്ള വീരന്മാരെ തലമുറകൾക്ക് സമ്മാനിക്കുവാൻ കാത്തിരിക്കുമ്പോൾ അസാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ഉദരങ്ങളിലേ അതിനെ ഇടുവാൻ കഴിയത്തുള്ളൂ. ഹന്നായുടെ അസാധാരണ പ്രാർത്ഥനകൾ സ്വർഗത്തെ ചലിപ്പിച്ചപ്പോൾ ദൈവം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉത്തരത്തെ ഈ ഭൂമിക്ക് സമ്മാനിക്കുവാൻ ഒരു ശമൂവേലിനെ ആ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. ദൈവം കാത്തിരിക്കുകയായിരിക്കും നിങ്ങളുടെ അസാധാരണ പ്രാർത്ഥനകൾക്ക് ചില മറുപടികൾ. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ തലമുറകൾ കണ്ടിട്ടില്ലാത്ത അസാധാരണ മറുപടികൾ. എഫെസ്യ ലേഖനത്തിലൊക്കെ പറയുന്നു, ഹി ഹാസ് ഗിവൺ മെൻ ആസ് എ ഗിഫ്റ്റ് ടു ഹിസ് ചർച്ച്. സഭകൾക്ക് മനുഷ്യരെ ദാനമായി നൽകി. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ, ഇതൊക്കെ ദൈവം മനുഷ്യർക്ക് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സമ്മാനമാണ്. ഇതിൽ വീര്യമേറിയതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അസാധാരണ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് വെളിപ്പെടുമ്പോൾ ഏതൊക്കെയോ ആത്മീക ഉദരങ്ങൾക്കകത്ത്, ഏതൊക്കെയോ പ്രാർത്ഥനാമുറികൾക്കകത്ത് ചില പൗലോസുമാരും ശമൂവേൽമാരും ദാനിയേലുമാരും ജോസഫുമാരും അബ്രഹാംമാരും ദാവീദുമാരൊക്കെ ഈ തലമുറയിലും ജന്മമെടുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് അസാധാരണ പ്രാർത്ഥനകളുടെ മറുപടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന അസാധാരണമായ പ്രാർത്ഥനകളുടെ, ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി ആയിരിക്കാം ഒരുപക്ഷെ ഇന്നോ നാളെയോ നിങ്ങളുടെ ജീവിതത്തിലോ നിന്റെ ദേശത്തോ നിന്റെ രാജ്യത്തോ. ഒറ്റ പ്രാർത്ഥന പോലും മരിക്കുന്നില്ല, ഒരു പ്രാർത്ഥന പോലും വ്യർത്ഥമായി പോകുന്നില്ല. സാധാരണ പ്രാർത്ഥനകൾക്കായി ഹോളി സ്പിരിറ്റ് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ദൈവ സാന്നിധ്യം. പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രാർത്ഥിച്ചു. ദൈവ സാന്നിധ്യം അവൻ പ്രാർത്ഥിച്ചതുപോലെ യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ഈ ദൈവ സാന്നിധ്യം എന്ന് ഞാൻ പറയുമ്പോൾ ദൈവ സാന്നിധ്യം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, സാർവലൗകികമായ ദൈവ സാന്നിധ്യം, യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ട്, വെളിപ്പെടുത്തപ്പെട്ട ദൈവ സാന്നിധ്യം അഥവാ പ്രകടമായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. എന്താണ് സാർവലൗകികമായ ദൈവ സാന്നിധ്യവും പ്രകടമായി വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ അളവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ മുറിക്കകത്ത് ഇപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കും. ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് കൈകളെ ഉയർത്തിക്കൊണ്ട് ഐ നീഡ് യു എന്നൊന്ന് പറഞ്ഞ്, ഐ നീഡ് ദ പ്രസൻസ്, ഐ നീഡ് ദ പ്രസൻസ്, ഐ നീഡ് ദ പേഴ്സൺ ഓഫ് ദ പ്രസൻസ്, ഐ നീഡ് യു ലോർഡ്. യെശയ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ഞങ്ങൾ പാർക്കുന്ന ഈ വീട്ടിൽ, ഈ ചുറ്റുപാടിൽ ഞങ്ങളുടെ ആയുസ്സിൽ അനുഭവിച്ചിട്ടില്ലാത്ത അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അളവുകൾ വർദ്ധിക്കട്ടെ. We give you glory. ഈ സാർവലൗകികമായ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നുവെന്ന് വചനം പറയുന്നു. 139 സങ്കീർത്തനം പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ പാതാളത്തിൽ പോയി കിടക്ക് വിരിച്ചാൽ അവിടെ നീയുണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നീയുണ്ട്, ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. സോ ഞാൻ എവിടെ പോയി വസിച്ചാലും നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ മറവുള്ളവനല്ല. അതുകൊണ്ടാണ് നാം നമ്മുടെ ദൈവത്തെ ഓംനി പ്രസൻറ്റ് ഓർ എല്ലായിടത്തും ഒരുപോലെ
അവൻ്റെ കണ്ണുകളുണ്ട് എന്ന് നാം പറയുന്നത്. അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, സത്യമാണ്. അതാണ് യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ്. എങ്ങും നമുക്ക് ദൈവത്തെ ഒളിക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രവാചകന്റെ പുസ്തകം 66:1 ഇങ്ങനെ പറയുന്നു, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. സോ ഈ ഭൂമിയിലെല്ലായിടത്തും കർത്താവിൻ്റെ പാദത്തിൻ്റെ അളവ് ചെന്ന് പെടാത്ത ഒരു സ്ഥലം പോലും ഈ ഭൂമിയിലില്ല. എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇരിക്കുന്നിടത്തൊക്കെ ഉണ്ട്. അത് യൂണിവേഴ്സലായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നാഥനിയേൽ ഒരിക്കൽ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 1:48, നാഥനിയേൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. യേശു നാഥനിയേലിനോട് പറഞ്ഞു. അപ്പോൾ ആരും തന്നെ കാണുന്നില്ലെന്നാ താൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ കണ്ണുകൾ അവിടെയൊക്കെ ഉണ്ട്, നിന്നെ കാണുന്നുണ്ടായിരുന്നു. നാഥനിയേൽ അത്ഭുതസ്തബ്ധനായിപ്പോയി ആ വാക്കുകൾ കേട്ടപ്പോൾ. കാരണം എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. എല്ലായിടത്തും കർത്താവ് നമ്മെ കാണുന്നുണ്ട്. പാപം പെരുകുന്ന ഇടങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ. വാർ സോണുകളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ. ജനം പീഡിപ്പിക്കപ്പെടുന്നിടത്തും ദുരിതം അനുഭവിക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ കണ്ണുകൾ അത് കാണുന്നുണ്ട് കേട്ടോ. അവനെ മറച്ച് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അവിടുത്തെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അത് യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡാണ്. ഈ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഡസൻറ്റ് മേക്ക് അസ് അവെയർ അബൌട്ട് ഹിസ് പ്രസൻസ്. അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം അതിലൂടെ വെളിപ്പെടുന്നില്ല. സത്യത്തിൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിൻ്റെ പ്രവർത്തികൾ എല്ലായിടത്തും ചെയ്യുന്നില്ല. എല്ലാം ശാന്തമായി കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. പക്ഷേ ഫോഴ്സ്ഫുള്ളി എങ്ങും ആ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും കൊലപാതകങ്ങൾ നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു, എന്തെല്ലാം ദുഷിച്ച കാര്യങ്ങളായി ഭൂമിയിൽ നടക്കുന്നതല്ലേ. പലരും നമ്മൾ പറയാറില്ലേ, ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതെ, ദൈവം കാണുന്നുണ്ടെങ്കിലും, വേദനയോടെ കാണുന്നുണ്ടെങ്കിലും, അവിടുന്ന് ആ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് അതിനകത്ത് ഇടപെടുന്നില്ല. അവിടുന്ന് കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് രണ്ടാമത്, അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ് അല്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു വ്യക്തിയോട് കൂടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് കൂടെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട് കൂടെ ഇറങ്ങി നിൽക്കുന്ന മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട്. ഇറങ്ങി വരുന്ന, പ്രകടമായി വെളിപ്പെടുന്ന മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഒരു വ്യക്തിയോട് കൂടെ ചലിച്ചാൽ അവൻ വ്യത്യസ്തനാണ്. ഒരു ഭവനത്തിൽ ഇറങ്ങി വന്നാൽ അവിടെ വ്യത്യസ്തമാവുകയാണ്. ഒരു സാഹചര്യത്തിൽ ഇറങ്ങി വന്നാൽ അവിടെ ദൈവപ്രവൃത്തികൾ നിറയുകയാണ്. ഇതാണ് ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും വേണ്ടി എല്ലായിടത്തും കാണുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്കപ്പുറത്ത് നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുവാൻ, നിന്നോട് കൂടെ നടക്കുവാൻ, നിന്നോട് കൂടെ സഞ്ചരിക്കുവാൻ, നിന്റെ കൂടെ ഇരിക്കുവാൻ ഈ സാന്നിധ്യം കൊതിയോടെ കാത്തിരിക്കുന്നു. അത് പ്രാർത്ഥിക്കാമോ? എനിക്ക് ആ സാന്നിധ്യം തരണമേ കർത്താവേ. എല്ലായിടത്തോളം നിന്റെ സാന്നിധ്യമല്ല. നിങ്ങൾക്കറിയാമോ, ഈ ഭക്തന്മാരെപ്പോഴും ഈ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള, പ്രകടമാക്കപ്പെടുന്ന ഒരുവൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചവരായിരുന്നു. അതിൻ്റെ പുറകെ പോയവരായിരുന്നു. എന്ത് വില കൊടുത്തും ആ സാന്നിധ്യത്തെ കൂടെ നിർത്തുവാൻ അവർ ആഗ്രഹിച്ചവരായിരുന്നു. ആ സാന്നിധ്യം ഒരു നിമിഷം പോലും തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു. ആ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ മരണവെപ്രാളം എടുത്തവരായിരുന്നു. ആ സാന്നിധ്യം കൂടെ നിന്ന് വിട്ടുപോയി എന്നറിഞ്ഞാൽ മത്സ്യം കരയിലിട്ടാൽ പിടയ്ക്കുന്നത് പോലെ പ്രാണവായുവിന് വേണ്ടി പിടച്ചവരായിരുന്നു ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാവരും. ഈ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡും മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡും തമ്മിലുള്ള ഒരു വ്യത്യാസം പെട്ടെന്നൊന്ന് പറയട്ടെ. ഒറ്റ ഉദാഹരണം ബൈബിളിൽ നിന്ന്. ഏദൻ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയ ഏദൻ, ഈ മനുഷ്യൻ നന്നായി ജീവിക്കണമെന്നുണ്ടെങ്കിലുള്ള, ഓരോ ജീവജാലങ്ങൾക്കും നന്നായിട്ട് ബലത്തോടെ അത് വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇഫ് ദേ ആർ ഇൻ ദ റൈറ്റ് അറ്റ്മോസ്ഫിയർ ദേ വിൽ ത്രൈവ്. കൃത്യമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ മാത്രമേ അതിന് ശരിക്കും ബലത്തോടെ വളരുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ വലിയ ചെടിയുടെയൊക്കെ കൊച്ച് വിത്തുകൾ ഒരു മുറിക്കകത്ത്, ഒരു കൊച്ചു പോട്ടിനകത്ത് നട്ട് കഴിഞ്ഞാൽ അത് മാക്സിമം വളർന്നാൽ അത്രയും വളരും. അതിന് സാധ്യതകളില്ല, അതിൻ്റെ അന്തരീക്ഷം അത് വളരേണ്ടതല്ല. എന്നാൽ അതിനെ ഒരു വനപ്രദേശത്ത് അതിന് വളരുവാൻ തക്കതായ അന്തരീക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ അത് പടർന്നു പിടിച്ചു വളരും.
അല്ലെങ്കിൽ വൻവൃക്ഷമായി മാറും. പക്ഷേ അതേ വൻവൃക്ഷത്തെ തന്നെ ബോൺസായി ചെടികളെ പോലെയൊക്കെ ഒരു കൊച്ചു മുറിക്കകത്തെ ഒരു കൊച്ചു പോട്ടിനകത്തും വളർത്തിയെടുക്കാൻ പറ്റും. അന്തരീക്ഷമാണ് നിങ്ങളുടെ വളർച്ചയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സോ മനുഷ്യൻ്റെ അന്തരീക്ഷമെല്ലാം ദൈവം ഒരുക്കിയിട്ടാണ് മനുഷ്യൻ ദൈവം ഭൂമിയിലേക്ക് വിട്ടത്. മനുഷ്യന് എൻ്റെ ആത്മീക ജീവിതത്തിന് വളരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്തരീക്ഷം ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. വീഴ്ചയ്ക്ക് മുമ്പുള്ള ഏദനും റിസ്റ്റോറേഷന് ശേഷമുള്ള സ്വർഗവും ഉൽപ്പത്തിയും വെളിപ്പാടും കണ്ടാൽ, സ്വർഗം അല്ലെങ്കിൽ ഏദൻ കണ്ടാൽ, അതാണ് ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം, പദ്ധതി. എന്താണത്? A place filled with the presence of God, thick glory of God. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. നാം വളരുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന അന്തരീക്ഷം അതാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ആ അന്തരീക്ഷം വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഏദൻ വാസ് an extension of heaven. It was an extension of heaven. സ്വർഗത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു ഏദൻ. പല പണ്ഡിതന്മാരും പറയുന്നത് അതുകൊണ്ടാണ് ഭൂമിയിൽ ഏദൻ എന്നുള്ള ഒരു സ്ഥലം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത്. That was an extension of heaven. അത് ഭൂമി മുഴുവൻ പരക്കാനായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ നാദം വീണുപോയി, അല്ലെങ്കിൽ മനുഷ്യന് വീഴ്ച സംഭവിച്ചു. പക്ഷേ വീഴ്ചയ്ക്ക് മുമ്പുള്ള ഏദനിൽ നിങ്ങൾ നോക്കി, രണ്ട് തരത്തിലുള്ള ദൈവ സാന്നിധ്യമുണ്ട്. ഏദൻ വാസ് ഫിൽഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ ട്രാൻക്വിലിറ്റി. അവർ ധരിച്ചിരുന്ന ഗ്ലോറി ക്ലോത്ത്, they were clothed with the glory. ദൈവ സാന്നിധ്യത്താൽ, ദൈവ മഹത്വത്താൽ നിറഞ്ഞ വസ്ത്രം ധരിച്ച്, അതായിരുന്നു അവരുടെ വസ്ത്രം. നഗ്നതയില്ലാത്ത, നഗ്നത തിരിച്ചറിയാത്ത സാന്നിധ്യം നിറഞ്ഞ ഒരിടം. അതൊരു ലെവലിലുള്ള ദൈവ സാന്നിധ്യം. പക്ഷേ അറ്റ് ദ കൂൾ ഓഫ് ദ ഡേ, എവ്രി ഈവനിങ്, എല്ലാ വൈകുന്നേരവും വെയിലാറുന്ന സമയത്ത് തോട്ടത്തിൽ ആദമിനോട് കൂടെ നടക്കേണ്ടതിന് യഹോവയാം ദൈവം ഇറങ്ങി വരുമായിരുന്നു. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. ആർ യു ഗെറ്റിംഗ് മീ? എല്ലായിടത്തും ഏദൻ നിറച്ച ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷേ വെയിലാറുമ്പോൾ വേറൊരു നിലയിൽ ദൈവം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ നിന്നോട് കൂടെ ഇറങ്ങി നടക്കേണ്ടതിന്, ഹാനോക്കിനോടൊക്കെ കൂടെ ഇറങ്ങി നടന്നതുപോലെ ഈ തലമുറയിൽ നമ്മളോട് കൂടെ ഇറങ്ങി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കുവാൻ, നിങ്ങളുടെ ദേശങ്ങളിൽ ഇറങ്ങി നിൽക്കുവാൻ, ഇരുട്ടിൻ്റെ ശക്തികൾക്ക്, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കേണ്ടതിന്, അവൻ്റെ നാമം വൈരികൾക്ക് വെളിപ്പെടേണ്ടതിന്, പർവ്വതങ്ങൾ ഉരുകേണ്ടതിന്, തീങ്കൽ ചുള്ളി കത്തുന്നത് പോലെ പൈശാചിക ശക്തികൾ കത്തിമാറേണ്ടതിന്, പാപത്തിൻ്റെ ബന്ധനങ്ങൾ എരിഞ്ഞു മാറേണ്ടതിന്, കത്തി അമരേണ്ടതിന്, വെള്ളം തിളയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ ചില മേഖലകളിൽ ദൈവത്തിൻ്റെ തിളപ്പുകൾ വെളിപ്പെടേണ്ടതിന്, ആകാശത്തെ കീറി അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ മേൽ അയക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. കൊതിയോടെ പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഡിഫറെൻറ്റ് ദാൻ ദ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ്. അതാണ് നിങ്ങൾക്കും എനിക്കും തരുവാൻ, പകർന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കും ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. കർത്താവായ യേശു അലറിക്കരഞ്ഞ ഒരേ ഒരു സന്ദർഭമാണ് ബൈബിളിൽ നാം കാണുന്നത്. ബെസ്റ്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ. മറ്റാരിലേക്കും വരുന്നതിന് മുമ്പ് അടുത്ത ദിവസങ്ങളിൽ ചില എക്സാമ്പിളുകളിലേക്ക് നമ്മൾ വരും. സാന്നിധ്യത്തോട് കൂടെ നടന്നവർ, കൊതിച്ചവർ, ചുമന്നുകൊണ്ട് നടന്നവർ. പക്ഷെ ഇന്ന് ഈ കാര്യത്തോടെ പറഞ്ഞിട്ട് നിർത്താം. The perfect role model in our life, for our life and ministry, for everything and anything is our Lord Jesus Christ. കർത്താവായ യേശുവല്ലേ നമ്മുടെ റോൾ മോഡൽ എല്ലാത്തിലും. ദൈവ സാന്നിധ്യം വഹിച്ച കാര്യത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ മാതൃകയാക്കാമെങ്കിൽ അത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശുവിനെയാണ്. ഹല്ലേലൂയ. ആ പ്രാവ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ ഒരു പ്രാവിനെ പറത്തിവിട്ടു. വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പിക്ചറാണ്. പിന്നെ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രാവ്
അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെ മേൽ വരും. അതിന് റെസ്റ്റ് ചെയ്യുവാനൊരിടം കിട്ടുന്നില്ല. അത് മടങ്ങിപ്പോകും, വരും മടങ്ങിപ്പോകും, വരും മടങ്ങിപ്പോകും, വരും മടങ്ങിപ്പോകും. പക്ഷേ ഈ പ്രാവിന് റെസ്റ്റ് ചെയ്യുവാൻ ഒരിടം കിട്ടിയത് യോഹന്നാൻ്റെ കരക്കീഴിൽ സ്നാനപ്പെട്ട് ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോഴാണ് അതിന് റെസ്റ്റ് ചെയ്യുവാൻ ഒരിടം കിട്ടിയത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ പ്രാവ് എന്ന് പറയുന്നത് ജെന്റിലാണ് കേട്ടോ. ഇറ്റ്സ് എ സിംബൽ ഓഫ് പീസ് ആൻഡ് മീക്ക്നെസ്, ഹ്യൂമിലിറ്റി, ജെന്റിൽനെസ്. യോഹന്നാന്റെ സുവിശേഷം 1:10, 11, 12 നാം കാണുന്നുണ്ട്. അവൻ ഈ ലോകത്തിലേക്ക് വന്നു, ലോകം അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ ഉപേക്ഷിച്ചു. ഈ പരിശുദ്ധാത്മാവെന്ന പ്രാവിന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ he should feel home. നിങ്ങൾ പല ഭവനങ്ങളിൽ അതിഥികളായി പോവാറുണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ വരാറുണ്ടല്ലേ? പല രീതിയിൽ അതിഥികൾ നമ്മുടെ ഭവനങ്ങളിൽ വരാറുണ്ട്. ചിലർ പറയും ഞാൻ ഈ വഴിക്ക് പോയതാണ്, അപ്പം കയറിയതാണ്. ചിലർ പറയും ഞാൻ അങ്ങോട്ട് ഇന്ന് വരികയാണ് എന്ന് പറഞ്ഞിട്ട് വരും. ചിലർ ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് വരും. ചിലർ ചില ഫംഗ്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവരും കൂടി വരും. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ചിലരെ ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും വിളിച്ചു പറയും ഇന്നയാളെ ഒരു 2 ദിവസത്തേക്ക് ഒന്ന് താമസിപ്പിക്കണം. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നാം ആഗ്രഹിച്ച് കൊതിച്ച് ഇന്നയാളെൻ്റെ ഭവനത്തിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നാം ആഗ്രഹത്തോടെ കാത്തിരുന്ന് വിളിക്കുന്ന ചില അതിഥികളുണ്ട്. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയുള്ള അതിഥികൾക്ക് വേണ്ടിയായിരിക്കും. മറ്റുള്ള അതിഥികളൊക്കെ വരുമ്പോൾ അതിഥി സൽക്കാരം നമ്മൾ ചെയ്യണം. അത് വചനത്തിൻ്റെ ഒരു പ്രമാണമാണ്. അതുകൊണ്ട് നമ്മളെ കഴിയുന്ന നിലയിൽ എല്ലാ അതിഥികളെ സ്വീകരിക്കും, സൽക്കരിക്കും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥിക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന പ്രിപ്പറേഷൻസ് വേറെ ആയിരിക്കും. അപ്പോൾ ആ അതിഥി വരുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം ആയിരിക്കത്തില്ല വയ്ക്കുന്നത്. അദ്ദേഹത്തിന് എന്താ ഇഷ്ടമെന്ന് നോക്കും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള കളറായിരിക്കും ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫുഡായിരിക്കും വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എപ്പോഴും ആ നിലകളിൽ ക്രമീകരിക്കാനായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ആൻഡ് യു വിൽ മേക്ക് ഷുവർ ദാറ്റ് ഗസ്റ്റ് നീഡ് ടു ഫീൽ ഹോം വിത്ത് യു. നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ആ വരുന്ന അതിഥിക്ക് കൊടുക്കുന്ന സകലത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം വീട്ടിൽ വന്ന ഫീൽ ഉണ്ടാകണം. നമ്മളെപ്പോഴും പറയാറുണ്ട് സ്വന്തം കുടുംബമാണെന്ന് വിചാരിച്ചോണം കേട്ടോ, അങ്ങനെ പറയാറുണ്ടല്ലേ. സോ അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. നീ ഏറ്റവും സ്നേഹിക്കുന്ന അതിഥി when he comes to you, he should feel home with you. അത് നിന്നോട് കൂടെ നിൻ്റെ കുടുംബത്തിൽ ഒരു വീട്ടിൽ വന്ന ഫീൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവിടെ റെസ്റ്റ് ആ മനുഷ്യന് കിട്ടത്തുള്ളൂ. ആ അതിഥിക്ക് റിയൽ റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് അതൊരു വീടായിട്ട് ഫീൽ ചെയ്യണം. പരിശുദ്ധാത്മാവിനും ഇങ്ങനെയാണ്. ഒത്തിരി ഇടങ്ങളിൽ അവിടുന്ന് വരുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, ഒത്തിരി മീറ്റിങ്ങുകളിൽ വരുന്നുണ്ട്, ഒത്തിരി അഭിഷിക്തന്മാരുടെ മേൽ വരുന്നുണ്ട്, ഒത്തിരി തലമുറകളിൽ അവിടുന്ന് വന്നിട്ടുണ്ട്. പക്ഷേ he couldn't feel home in many people, many places, many moves of God. പലയിടങ്ങളിലും or many churches can be. He doesn't feel home. He comes, he does something and he goes back. But if a person will be ready to host him, അവനെ ഒന്ന് വേണ്ടുന്ന തലത്തിൽ അവനെ സ്വീകരിക്കുവാൻ, സൽക്കരിക്കുവാൻ, അവനെ ഒന്ന് മേക്ക് ഫീൽ ഹോം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ he will stay with that person. അതാണ് യേശുവിൽ നാം കണ്ടത്. ആ പ്രാവ് വന്നിരുന്നത് യേശുവിലാണ്. പലയിടത്തും പറന്നു വന്നും പോയിരുന്ന ഒരു പ്രാവ് യേശുവിൽ വന്നിരുന്നു, അവിടെ നിന്ന് പറന്നു പോയില്ല. ആ യേശുവിൽ നിന്ന് ആ പ്രാവ്, സാന്നിധ്യം, പ്രസൻസ്, ഹോളി സ്പിരിറ്റ്. ഈ പ്രസൻസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല കേട്ടോ, ഇറ്റ്സ് എ പേഴ്സൺ. ഹിസ് നെയിം ഈസ് ഹോളി സ്പിരിറ്റ്. ഓ ജീസസ്, ഇറ്റ്സ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ്, അവിടെ നിന്ന് നിന്റെ കൂടെ നടക്കുന്നതാണ് പ്രസൻസ്. ഡിവൈൻ പേഴ്സണാലിറ്റി വിൽ വാക്ക് വിത്ത് യു. ഈ സാന്നിധ്യം യേശുവിൽ വന്നിട്ട് ഒരിക്കൽ പോലും പറന്നു പോകേണ്ടതായിട്ട് വന്നില്ല. ഒരു നിമിഷം മാത്രമാണ് അത് പറന്നു പോകേണ്ടതായിട്ട് വന്നത്. എവിടെ വെച്ചാണെന്നറിയാമോ? കാൽവറി ക്രൂശിൽ വെച്ച്. തൻ്റെ പിതാവ് തൻ്റെ നേരെ മുഖം മറച്ചപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു അലറി കരഞ്ഞ ഒരേ ഒരു സന്ദർഭം
എലോഹി എലോഹി ലമ സബക്താനി എന്ന് അലറിക്കരഞ്ഞൊരു സന്ദർഭം. ആ സാന്നിധ്യം തന്നെ വിട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യം താൻ മനസ്സിലാക്കിയപ്പോഴാണ്. യേശു ഈ ഭൂമിയിൽ ഒത്തിരി റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ട്, അപമാനം അനുഭവിച്ചിട്ടുണ്ട്, തിരസ്കരണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒറ്റയായി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കല്ലേറ് കൊള്ളേണ്ടുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്, അടിയേറ്റിട്ടുണ്ട്, പരിഹാസം, ചമ്മട്ടി അല്ലെങ്കിൽ എതിർപ്പുകൾ, ക്രൂരമായ എതിർപ്പുകൾ ഏറ്റിട്ടുണ്ട്. എല്ലാ നിലകളിലുള്ള വേദനകളിലൂടെയും കർത്താവ് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ താൻ ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ കണ്ടോണ്ട്, താൻ ഏൽക്കുന്ന പീഡനങ്ങൾ കണ്ടോണ്ട് കരഞ്ഞവരോട് കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയാതെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയെ. ഹല്ലേലൂയ. പക്ഷേ അവൻ അലറി 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 കരഞ്ഞത് നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ അലറി അലറി കരഞ്ഞ ഒരേ ഒരു സന്ദർഭം കാൽവറി ക്രൂശിൽ വെച്ച് തൻ്റെ പിതാവ് തൻ്റെ മുഖം മറച്ചു. അഥവാ മുഖം എന്നുള്ളതിന് ബൈബിളിൽ പനീം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പനീം ഈസ് അതിൻ്റെ വേറൊരർത്ഥം പ്രസൻസ് എന്നാണ്, സാന്നിധ്യം. തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം തന്നെ വിട്ടു പോയി ഏതാനും മണിക്കൂറുകളിലേക്ക്. ഈ സാന്നിധ്യം വിട്ടുപോയാലാണ് നീ നരകം അനുഭവിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഒരു സ്വർഗമാണ് നിന്റെ കുടുംബം. നിന്റെ ജീവിതത്തിൽ തിരുസാന്നിധ്യത്തോടു കൂടെ നടന്നാൽ യു ആർ വാക്കിംഗ് അണ്ടർ ആൻ ഓപ്പൺ ഹെവൻ. നിങ്ങളുടെ സഭയിൽ സാന്നിധ്യമുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പൺ ഹെവൻ. സാന്നിധ്യമില്ലെങ്കിൽ മറ്റെന്തുണ്ടെങ്കിലും ഈ ഭൂമിയിലെ നരകം അതാണ്. ഈ ഭൂമിയിലെ നരകം, ഈ ഭൂമിയിലെ നരകം അതാണ്. യേശു ഈ ഭൂമിയിൽ ഒരു നരകം അനുഭവിച്ചത് കാൽവറി ക്രൂശിൽ അടിയേറ്റപ്പോഴല്ല, പിതാവിൻ്റെ സാന്നിധ്യം തന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ. നിത്യത മുതൽ നിത്യത വരെ അങ്ങനെയൊന്നും എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരുന്ന പൊന്നോമന പുത്രനാണ് നിത്യത മുതൽ നിത്യത വരെ. പക്ഷേ ആദ്യമായി അവസാനമായി ആ സാന്നിധ്യം ചില മണിക്കൂറുകളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവൻ തിരിച്ചറിയുകയായിരുന്നു നരകത്തിൻ്റെ വേദന എന്തെന്ന്. അവൻ അലറിക്കരഞ്ഞു, എലോഹി എലോഹി ലമ സബക്താനി, എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, നീ എന്നെ കൈവിട്ടതെന്ത്, നീ എന്നെ കൈവിട്ടതെന്ത്. ഈ സാന്നിധ്യത്തിൻ്റെ അളവുകൾ നിങ്ങളിൽ നിന്ന് കുറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അലറിക്കരയാറുണ്ടോ? ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം നിങ്ങൾ എവിടെയോ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് വരുന്നതും പോകുന്നതും പലരും അറിയുന്നില്ല. ഈ തലമുറയിൽ സാന്നിധ്യം എന്ന വാക്ക് പറയുന്നതിന് വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചത്. അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. സാന്നിധ്യത്തോട് കൂടെ ജീവിക്കുവാൻ. കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ, എൻ്റെ പിതാവിനെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. അവനെക്കുറിച്ച് ഇങ്ങനെ വചനം പറയുന്നത്, സ്വർഗത്തിലിരിക്കുന്നവനായ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. വാവ്! ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിലും ഇരിക്കുകയായിരുന്നു. തുറന്ന സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലായിരുന്നു എപ്പോഴും യേശു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലിരിക്കുന്ന, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ. അതുകൊണ്ട് എപ്പോഴും സ്വർഗത്തിലെ കാഴ്ചകൾ അവൻ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞത്, എൻ്റെ പിതാവ് ചെയ്യുന്നത് ഞാൻ കാണുന്നു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല, അവൻ കാണിക്കുന്നതല്ലാതെ, അവൻ പറയുന്നതല്ലാതെ. കാരണം എപ്പോഴും സ്വർഗീയ തലങ്ങളിൽ ഇരുത്തപ്പെട്ട് പിതാവിൻ്റെ പ്രവൃത്തികൾ കണ്ട് അനുഭവിച്ച് അത് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. തികഞ്ഞ സാന്നിധ്യത്തിൽ ജീവിച്ച കർത്താവായ യേശു. അവിടെ നിന്നാണ് നിൻ്റെ മാതൃക. ആ കാൽവറിയിൽ എന്തിനാണ് അല്പസമയത്തേക്ക് ആ സാന്നിധ്യം മറഞ്ഞു പോയതെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുകയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ. തുടരും നാളെ. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ആ സാന്നിധ്യം നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി, ഒരു നിമിഷം പോലും പിതാവിൻ്റെ മുഖം നിൻ്റെ മേൽ മറയ്ക്കാതെ, പ്രസൻസ് നമ്മുടെ മേൽ മറയ്ക്കാതെ, ആ പ്രാവ് സ്ഥിരമായി നമ്മുടെ മേൽ ഇരിക്കുന്നതിന് വേണ്ടി കാൽവറിയിൽ ഏതാനും മണിക്കൂറുകൾ അവൻ കൈവിടപ്പെട്ടു. സാന്നിധ്യം അവനെ വിട്ടുപോയി. നിന്നെ പ്രതി അവൻ ഈ ഭൂമിയിൽ നരകമനുഭവിച്ചു. എന്നെ പ്രതി ആ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു വാതിൽ നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. യെശയ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, കേട്ടുകേൾവികൾക്കപ്പുറത്ത് നിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമായി ഞാൻ അനുഭവിക്കട്ടെ, എൻ്റെ കുടുംബം അനുഭവിക്കട്ടെ. കാര്യങ്ങൾക്ക് മാറ്റം വരികയാണ് കേട്ടോ. കണ്ണുകളെല്ലാം അടച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷകൾ ഇപ്പോൾ ഇവിടെ
ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ക്ലോസ് ചെയ്യുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ നാളെയും ഈ സമയത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ വലിയ അളവുകൾ നിങ്ങളുടെ മേൽ തുറന്നു വരും. കഴിയുമെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരോട് പറയുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. കർത്താവിൻ്റെ സാന്നിധ്യം അറിയണമെന്നും ആഗ്രഹിക്കണമെന്നും അനുഭവിക്കണമെന്നും ആഗ്രഹമുള്ള അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളിൽ കഴിയുന്നത് ഷെയർ ചെയ്യുക, പറയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഇപ്പോൾ പ്രകടമാകുന്ന നിലകളിൽ ഇവരുടെ ശരീരങ്ങളിൽ പോലും, ഞങ്ങളുടെ മേൽ, ഞങ്ങളിരിക്കുന്ന മുറികൾക്കകത്ത് പോലും ഇപ്പോൾ ആ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അതിൻ്റെ മാനിഫെസ്റ്റേഷനുകൾ ഉണ്ടാകട്ടെ. ലോറവ ശലാധരഘടക എണ്ണയുടെ പകർച്ചകൾ ഉണ്ടാകട്ടെ. സാന്നിധ്യത്തിൻ്റെ സൗരഭ്യങ്ങൾ വെളിപ്പെടട്ടെ. യൂണിവേഴ്സലായിട്ടുള്ള ഒരു പ്രസൻസിനപ്പുറത്ത് മലകളെ ഉരുക്കുന്ന നിലകളിലുള്ള ദൈവ സാന്നിധ്യങ്ങൾ, ജയിക്കുവാൻ കഴിയാത്ത പാപപ്രവണതകളൊക്കെ ഉരുകിപ്പോകുന്ന ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ജയിക്കുവാൻ കഴിയാത്ത പാപങ്ങളൊക്കെ പാരലൈസ്ഡ് ആയിട്ട് പോകും കേട്ടോ. ക്രിസ്ത്യാനിറ്റി റിലീജിയൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് റിലേഷൻഷിപ്പിലോട്ട് കയറണമെങ്കിൽ വെൻ യു സ്റ്റാർട്ട് എൻജോയിങ് ദ പ്രസൻസ്, ദാറ്റ്സ് വെർ ഇറ്റ് ഓൾ ബിഗാൻ. നീ സാന്നിധ്യം അനുഭവിച്ച് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിലെ ഹോൾ ന്യൂ ലെവൽ ഓഫ് വാക്ക് വിത്ത് ദ ലോർഡ്. അന്യഭാഷയിൽ 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് എല്ലായിടത്തും എന്നെ കാണുന്നവർ അന്യഭാഷയിലൊന്ന് സംസാരിച്ച് ലാൻഡ്രോല സമാന ധ്രൽബനാദിയ ചുനൽഖനാദന റോൾ ബേലിക്കെ സെഥരബെലരെ ബേഷിഖേര യാന്ത്രോളോബോ സെബേറിയം ഷഠരരബരക സിഗൽഖനദരഘടക ശഖരര. മഴ പെയ്തിറങ്ങുന്നത് പോലെ ചിലയിടങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം പെയ്തിറങ്ങുന്നു. മഞ്ഞ് ഇറങ്ങുന്നത് പോലെ ചിലയിടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഒന്ന് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, എനിക്ക് വേണം അങ്ങേ, എനിക്ക് വേണം അങ്ങേ. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, കയറിയിട്ടില്ലാത്ത പുതിയ സാന്നിധ്യത്തിൻ്റെ അളവുകളിലേക്ക് മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള പ്രകടമാക്കപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അളവുകളിലേക്ക് എൻ്റെ കൈപിടിച്ച് എന്നെ കൊണ്ടുപോകണമേ. പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളോടുകൂടെ ഈ സാന്നിധ്യം വരാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കൂടെ പരിശുദ്ധാത്മാവ് നടക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്നേഹിതനെ പോലെ അവിടെ നിന്ന് നിങ്ങളോട് കൂടെ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ സാന്നിധ്യം ചുമക്കുന്നവൻ വ്യത്യസ്തനാണ് കേട്ടോ. ഈ തലമുറയിൽ നിങ്ങൾ വ്യത്യസ്ത വ്യക്തിയായി മാറുവാൻ, ഒരു സാധാരണക്കാരിൽ ഒരുവനായി മാറാതെ കൂട്ടത്തിൽ ഒരുവനായി തീർന്നിരിക്കുന്ന നിന്നെ ഈ സാന്നിധ്യം വ്യത്യസ്തനാക്കുകയാണ്. ലൂറബ ഷഠരബ. ഈ സാന്നിധ്യം നിങ്ങളെ വ്യത്യസ്തരാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലരും ദൈവ സാന്നിധ്യത്താൽ വ്യത്യസ്തരാകട്ടെ. ഈ തലമുറയിലുള്ള വ്യത്യസ്തമായ ദൈവിക നിയോഗങ്ങൾക്ക്, ഈ കാലഘട്ടത്തിൻ്റെ ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തരായി റൗഷലബക സിയാന്തന പരിശുദ്ധാത്മാവങ്ങയുടെ മക്കളെ തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ ശരീരങ്ങളിൽ ഈ സാന്നിധ്യത്തിൻ്റെ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. ശരീരങ്ങൾ പോലും അതിനോട് പ്രതികരിക്കട്ടെ. ആത്മാവിൽ, ആമേൻ, ദേഹിയിൽ, മൈൻഡ് ആൻഡ് വിൽ ആൻഡ് ഇമോഷൻസിനകത്ത് ആ സാന്നിധ്യം അനുഭവിക്കട്ടെ, തിരിച്ചറിയട്ടെ. അവരുടെ ബോഡി പോലും അതിനോട് പ്രതികരിക്കട്ടെ. സാഹചര്യങ്ങൾ ഇതിനോട് പ്രതികരിക്കട്ടെ. ഇപ്പോൾ മലകളെ പോലെ നിൽക്കുന്ന സാഹചര്യങ്ങൾ അതിൻ്റെ മുമ്പിൽ ഉരുകി തുടങ്ങട്ടെ. അത്ഭുതകരമായ റിസൾട്ടുകൾ ഈ സമയങ്ങളിൽ ഉണ്ടാകട്ടെ. ചില ഭയപ്പെടുത്തുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ നെഗറ്റീവാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സാന്നിധ്യത്തിൽ ഭയപ്പെടുത്തുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കര ഷാലോം, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രാങ്ക്വിലിറ്റി, ഒരു സമാധാനം, പീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വി ഗിവ് യു ഗ്ലോറി, വി ഗിവ് യു റെവറൻസ് ജീസസ്. വി വർഷിപ്പ് യു ലോർഡ്. നന്ദി കർത്താവേ.
അനുഗ്രഹിക്കുന്നു എല്ലാവരെയും. തുടർന്നും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ, ഈ സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. എന്നെ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ബ്ലസ്ഡ് ആണെങ്കിൽ എത്തിക്കുവാൻ ശ്രമിക്കുക. നാളെ ഈ സമയത്ത് വന്ന് ഇതിൻ്റെ 5 o'clock ഇന്ത്യൻ ടൈം 5 o'clock ദൈവ സാന്നിധ്യം എന്ന വിഷയത്തിൻ്റെ തുടർമാനമായി ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്താലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ എന്നെ മെസ്സേജിലൂടെ, വാട്സപ്പിലൂടെയോ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റുകളായിട്ടോ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ളത് എഴുതിയിടുക. ഗോഡ് ബ്ലസ് യു. ലവ് യു ഓൾ. താങ്ക് യു.